ചിറക് വിരിച്ച് സ്ട്രാറ്റോ ലോഞ്ച്. അന്തരീക്ഷപാളിയായ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് റോക്കറ്റുകളെ എത്തിക്കുക എന്ന വിചിത്ര ദൗത്യവുമായി നിർമ്മിച്ചെടുത്ത സ്ട്രാറ്റോ ലോഞ്ചിന്റെ 3ാം പരീക്ഷണവും വിജയകരമായി. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ സ്ട്രാറ്റോ ലോഞ്ചിന് 4000 കിലോഗ്രാം ഭാരമുള്ള 6 എഞ്ചിനുകളാണുള്ളത്. ഒരു ഫുട്ബോൾ മൈതാനത്തേക്കാൾ വലിപ്പമുള്ള സ്ട്രാറ്റോ ലോഞ്ച് ചിറക് വിരിച്ച് നിന്നാൽ 385 അടി വലിപ്പം വരും. 2 വിമാനങ്ങൾ ചേർത്ത് വെച്ചാലുള്ള രൂപമാണ് ഈ കൂറ്റൻ വിമാനത്തിനുള്ളത്. ഒരു ചരക്കും കയറ്റാതെ തന്നെ 2.26 ലക്ഷം കിലോഗ്രാം ഭാരമുള്ള റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ട്രാറ്റോ ലോഞ്ചിന് 28 ചക്രങ്ങളാണുള്ളത്. 2019 ഏപ്രിൽ 13 വിമാനം ആദ്യമായി പറന്നത്. 2022 ജനുവരി 16 പൂർത്തിയാക്കിയത് വിമാനത്തിന്റെ 3ാമത്തെ പരീക്ഷണ പറക്കലാണ്. ഓട്ടോമാറ്റിക് ഡിപെൻഡന്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് അഥവാ ADSB ഘടിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പറക്കൽ എന്നൊരു സവിശേഷത കൂടിയുണ്ടായിരുന്നു ഇതിന്. ഒരു വിമാനം ഉപഗ്രഹ നാവിഗേഷൻ വഴിയോ മറ്റ് സെൻസറുകൾ വഴിയോ അതിന്റെ സ്ഥാനം നിർണ്ണയിക്കുകയും ഇടയ്ക്കിടെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വിവരങ്ങൾ നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് ADSB. നിലവിൽ ഉപഗ്രഹങ്ങളെ വഹിക്കുന്ന റോക്കറ്റുകളെ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുന്നതിന് വൻതോതിൽ ഇന്ധനവും ചെലവും ആവശ്യമാണ്. എന്നാൽ റോക്കറ്റുകളെ ആകാശത്തെത്തിച്ച് അവിടെ നിന്നും വിക്ഷേപണം ചെയ്യുന്ന രീതിയാണ് സ്ട്രാറ്റോ ലോഞ്ചിനുള്ളത്. 24 മണിക്കൂർ കൊണ്ട് വിക്ഷേപണം നടത്തി തിരിച്ചെത്താൻ സ്ട്രാറ്റോ ലോഞ്ചിന് കഴിയുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ മൊഹാവെ എയർപോർട്ടിലാണ് സ്ട്രാറ്റോ ലോഞ്ച് ലാൻഡ് ചെയ്തിരിക്കുന്നത്. വ്യോമയാന പ്രതിരോധ മേഖലയിലെ കമ്പനിയായ ഓർബിറ്റൽ ATK ചെറിയ സാറ്റലൈറ്റുകൾ ബഹിരാകാശത്തെത്തിക്കാൻ സ്ട്രാറ്റോ ലോഞ്ചുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. മൊബൈൽ റോക്കറ്റ് വിക്ഷേപണ പ്ലാറ്റ്ഫോമായി വികസിപ്പിച്ചെടുത്ത സ്ട്രാറ്റോ ലോഞ്ചിനെ ഇപ്പോൾ ഒരു ഹൈപ്പർസോണിക് വെഹിക്കിൾ ടെസ്റ്റ് ബെഡായി ഉപയോഗിക്കാനും പദ്ധതിയിടുന്നു. ടെസ്റ്റ് വാഹനങ്ങൾ സെന്റർ വിങ്ങിൽ ഘടിപ്പിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോയി വിക്ഷേപിക്കുന്നതാണ് രീതി. പ്രതികൂലമായ കാലാവസ്ഥ സ്ട്രാറ്റോ ലോഞ്ചിന്റെ വിക്ഷേപണത്തെ ബാധിക്കുകയില്ല എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷതയാണ്.